പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 മെയ് മാസം കേരളത്തിൽ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിന് ഏതാനും മാസങ്ങൾ മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അത് പ്രധാനപ്പെട്ടതല്ല എന്നുള്ള വാദം എനിക്കില്ല. പക്ഷേ 2026 തെരഞ്ഞെടുപ്പ് അതിനിർണായകമായിരിക്കും. അത് LDFനും UDFനും. LDFനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിച്ചാൽ പിന്നീട് എല്ലാ കാലത്തും കൽപ്പാന്ത കാലത്തോളം കേരളത്തിൽ LDFന്റെ ഭരണമായിരിക്കും നിലനിൽക്കുക. കാരണം ആ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുന്നതോടുകൂടി കോൺഗ്രസ് ഏതാണ്ട് അസ്തമിക്കും. ആ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചാൽ. അതുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പ്. അതിനേക്കാൾ നിർണായകമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പ്. കാരണം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇതുവരെ 2 തവണ അധികാരത്തിൽ നിന്ന് UDFനും കോൺഗ്രസിനും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒരു തവണ അധികാരത്തിൽ നിന്ന് പോയാൽ അടുത്ത തവണ അധികാരത്തിൽ വരും, അടുത്ത തവണ അധികാരത്തിൽ നിന്നാൽ പോകും, പിന്നെ വരും പോകും. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 2016 മുതൽ കഴിഞ്ഞ 2 ടേമായി കോൺഗ്രസിന് നേതൃത്വമുള്ള UDF തുടർച്ചയായി അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ്. അവർ ജീവിക്കുമോ ഇല്ലയോ, അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം. അവർ ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. സുഹൃത്തുക്കളെ, ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഉറപ്പ് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണോ കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കഴിഞ്ഞ 4.25 വർഷക്കാലത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം UDFൻ്റെ പ്രവർത്തനം എടുത്ത് നോക്കിയാൽ അതിദയനീയമായിരുന്നു പ്രവർത്തനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇത്രയും മോശമായ ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ കഴിഞ്ഞ 4.25 വർഷക്കാലത്താണെന്ന് നമുക്ക് ഒരു സംശയലേശമന്യേ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം കണ്ടിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം കണ്ടിട്ടുണ്ട്, കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം കണ്ടിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം കണ്ടിട്ടുണ്ട്. ഈ പ്രതിപക്ഷങ്ങളൊന്നും തന്നെ ഈ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പോലെ വരിയുടയ്ക്കപ്പെട്ടതായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 4.25 വർഷക്കാലം എന്ത് സമരമാണ് ഇവിടെ നടത്തിയത്? 1000 പേരെ വെച്ചൊരു സമരം സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിയമ പോരാട്ടം ഈ സർക്കാരിനെതിരെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്? 2 നടത്തിയതിനെല്ലാം തലയ്ക്ക് അടി കിട്ടി തോറ്റു തുന്നമ്പാടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 4.25 വർഷക്കാലം ഏറ്റവും കൂടുതൽ കഴിവുകെട്ട ഒരു പ്രതിപക്ഷമായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യവും നമ്മൾ കാണണം. മറുഭാഗത്തോ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇത്രയേറെ കൈപ്പണം കെട്ട ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? EMSൻ്റെ മന്ത്രിസഭ, നായനാരുടെ മന്ത്രിസഭ, അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ, അതൊക്കെ ആയിട്ട് താരതമ്യം ചെയ്താൽ ഏറ്റവും തരംതാണ, ഏറ്റവും അഴുകി പുഴുത്ത് നാറി പൂത്ത് ചീഞ്ഞ ഒരു സർക്കാരല്ലേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പം നിലനിൽക്കുന്ന. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ 1ാം സർക്കാരിനേക്കാൾ 1,00,000 ഇരട്ടി മോശമാണ് 2ാമത്തെ സർക്കാർ. എന്നിട്ട് പോലും ആ സർക്കാരിനെതിരെ ആളുകൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സമരമുഖം തുറക്കാൻ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ഇടതുപക്ഷം 3ാം തവണ വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമാണ്. എന്നാലും കോൺഗ്രസിന് അത് തമ്മിലടിയല്ലേ, അവരെങ്ങനെ അധികാരത്തിൽ വരും? ഇങ്ങനെ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 3ാം തവണ LDF അധികാരത്തിൽ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ സാഹചര്യത്തിലാണ് ഈ 4.25 വർഷക്കാലം കാര്യമായി ഒന്നും ഇടതുപക്ഷ സർക്കാരിനെതിരെ ചെയ്തില്ലെങ്കിലും ഒരു 100 സീറ്റോടെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു വജ്രായുധം UDFൻ്റെയും കോൺഗ്രസിൻ്റെയും മുന്നിലേക്ക് വന്ന് വീഴുന്നത്. ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനിയുള്ള 7 മാസക്കാലം കാര്യമായി പ്രവർത്തിച്ചാൽ ഒരു 100 സീറ്റിലെങ്കിലും UDFന് ജയിക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധമല്ലേ ഈ ശബരിമലയിലെ പെരുങ്കൊള്ളയുടെ ഭാഗമായി ഈ UDFൻ്റെയും കോൺഗ്രസിൻ്റെ മുന്നിൽ വന്ന് വീണത് അല്ലേ? ജനങ്ങൾ സഹികെട്ടിരിക്കുകയല്ലേ ശബരിമലയിലെ പെരുങ്കൊള്ള കണ്ടിട്ട്. 2019 ആചാരലംഘനം ഉണ്ടായപ്പോൾ പോലും 1 സീറ്റിൽ ഒതുക്കിയതാണ് LDFന്. അതിൻ്റെ ഒരു 1000 ഇരട്ടി വലിയ ശക്തിയുള്ള ഒരു ബോംബായിട്ടല്ലേ ഈ ശബരിമലയിലെ ഈ പെരുങ്കൊള്ള UDFൻ്റെ മുന്നിൽ വന്ന് വീണത്. അതെടുത്തോളങ്ങ് പോയാൽ പോരായിരുന്നു UDFന്. ഒന്നും ചെയ്യാതെ ചാഞ്ഞിരുന്നാലും 100 സീറ്റ് കിട്ടുമായിരുന്നു. അങ്ങനെ വലിയൊരു വജ്രായുധം കോൺഗ്രസിന് മുന്നിൽ ലഭിക്കുമ്പോൾ ആ വജ്രായുധവും ഏറ്റെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നേറേണ്ട ഒരു സാഹചര്യത്തിൽ
കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന വിഷം കൊടുത്തു കൊല്ലുന്ന ഒരു സാഹചര്യമല്ലേ സുഹൃത്തുക്കളെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അതല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? നമുക്കറിയാം, ഒരു വിവാദമുണ്ടായി. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം മാറേണ്ടി വന്നു. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടിയാണ് അയാൾ വന്നത്. സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടി വന്ന അയാൾ മാറുമ്പോൾ ആ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ച ആള് സ്വാഭാവികമായും സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ടതല്ലേ? ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ഊർജ്ജസ്വലനല്ലേ? അയാൾ പിണറായി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ അബിൻ വർക്കി? അപ്പൊ സ്വാഭാവികമായി ആ അബിൻ വർക്കിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഈ പിണറായി സർക്കാരിനെതിരെ യുവജനങ്ങളുടെ സമര പോരാട്ടങ്ങൾക്ക് പല്ലും നഖവും ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ്, അയാളുടെ പേര് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. അയാളുടെ പേരാണ് കെ സി വേണുഗോപാൽ. അതിന് നേതൃത്വം വഹിക്കേണ്ട കെ സി വേണുഗോപാൽ ഈ അബിൻ വർക്കിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, അയാളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഏതോ 2 പിള്ളേര്, ഏതോ 2 പയ്യന്മാർ, അവരെക്കുറിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ല. അവരാകപ്പാടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണുഗോപാലിൻ്റെ ഈ എടുത്തുവെപ്പുകാരാണ്, വേണുഗോപാലിൻ്റെ ക്രോണികളാണ് അവരെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അവരുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. അവരെ പിടിച്ച് അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ ഏതാണ്ടൊക്കെ ആക്കി വെച്ചു. എത്ര ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾ എന്ന് ആലോചിച്ച് നോക്കി. എത്ര വൃത്തികെട്ട ഒരു മനുഷ്യനാണ്. അതിലൊരുത്തം വന്നിട്ട്, അതിൽ സ്ഥാനം കിട്ടിയ ഒരുത്തം വന്നിട്ട് കെ സി വേണുഗോപാലിന് നന്ദി പറയുക. അവനൊന്ന് ആലോചിച്ച് നോക്കുക. അവനൊക്കെ എത്ര എടുത്തുവെപ്പുകാരനാണ് അവനെന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവൻ വന്നിട്ട് കെ സി വേണുഗോപാലിനാണ് നന്ദി പറയുന്നത്. എടാ, കോൺഗ്രസിനല്ലേ നന്ദി പറയേണ്ടത്? AICCക്കല്ലേ നന്ദി പറയും? കാരണം അവൻ്റെ മുമ്പിൽ കോൺഗ്രസും ഇല്ല, AICCയും ഇല്ല. അവൻ്റെ മുമ്പിൽ ഇയാൾ മാത്രമേ ഉള്ളൂ, ഈ വേണുഗോപാൽ മാത്രമേ ഉള്ളൂ. അപ്പം എത്ര ഒരു നീചനാണ് ഈ വേണുഗോപാൽ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ 100 സീറ്റിലേക്ക് 100 സീറ്റ് മേടിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കോൺഗ്രസിന് 100 സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള സമയത്ത് അയാളുടെ നിക്ഷിപ്ത താല്പര്യം, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അയാളുടെ 2 പിള്ളേരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്ത് എടുത്തു വെച്ച് കോൺഗ്രസിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്ര നാണം കെട്ട ഒരവസ്ഥയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം അയാളുടെ സ്വപ്നം എന്താണെന്നറിയോ? നാളെ മുഖ്യമന്ത്രി ആവണോ? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ എന്തെങ്കിലും യോഗ്യത അയാൾക്കുണ്ടോ? ഈ വേണുഗോപാലിന് ഞാൻ ചോദിക്കുന്നു. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, അയാൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. VD സതീശൻ പോലും, VD സതീശനോട് നമുക്ക് ഈ എതിർപ്പുകളെല്ലാം ഉള്ളപ്പോഴും VD സതീശൻ ഒരു വാഗ്മിയാണ് എന്നെങ്കിലും നമുക്ക് പറയാം. അയാൾ നിയമസഭയ്ക്ക് അകത്തെങ്കിലും കുറെ പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണെന്ന് ഞാൻ പറയാം. ഇയാളെ കാശിന് കൊള്ളുവോ ഈ കെ സി വേണുഗോപാലിന്? അയാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും പാഠവമുണ്ടോ? അയാൾക്ക് പ്രസംഗിക്കാൻ അറിയാമോ? അയാളിപ്പം ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് കൊല്ലം 4 ആയാലോ? 1/4 പൈസയുടെ സ്വാധീനം ഈ കേരളത്തിൽ അയാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അയാൾ മഹിളാ കോൺഗ്രസിന്റെ തലപ്പത്തൊരു സ്ത്രീയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവരെന്ത് ചുക്കും ചുണ്ണാമ്പുമാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. അയാൾ രാജ്യസഭാംഗമാക്കി. അവരെന്ത് പുല്ല് ഇവിടെ ചെയ്തു? ഞാൻ ചോദിക്കുന്നു, വനിതകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ കോൺഗ്രസിലും കൊണ്ടുവന്ന ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. കോൺഗ്രസിലെ KSU ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. KSU കുറെ സ്ഥലങ്ങളിൽ ജയിക്കുന്നുണ്ട്. അതാത് കോളേജുകളിലെ പിള്ളേര് സഹി കെട്ടിട്ട് പിള്ളേര് KSU വോട്ട് ചെയ്യുന്നുണ്ട്. അവർ ജയിക്കുന്നു. ഏതോ ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് KSU വെച്ചു. അവൻ എന്തെങ്കിലും കൊള്ളുവാണ്? ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ അയാളുടെ എടുത്തുവെപ്പുകാരായിട്ടുള്ള 2 പിള്ളേരെ കൊണ്ടുവന്ന്, മീശ മുളയ്ക്കാത്ത 2 പിള്ളേരെ കൊണ്ടുവന്നു. അവൻ്റെ ഒന്നും പേര് പോലും എനിക്ക് ഓർമ്മയില്ല. അയാൾ കോൺഗ്രസ് സംഘടനയിൽ ചെയ്തത് എന്താ? ഏറ്റവും കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് സംഘടനയെ ഉണ്ടാക്കുന്നതിന് പകരം അയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും, കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു 1/4 കാശിന് കൊള്ളാത്ത ഒരു നേതാവിനെ അയാൾ KPC പ്രസിഡന്റായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. 1/4 കാശിന് കൊള്ളുവോ KPC പ്രസിഡന്റ്? ഞാൻ ചോദിക്കട്ടെ, ആ KPC പ്രസിഡന്റ് തോന്നുന്നുണ്ടോ അയാൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയാണ്? അതാണ് എനിക്ക് ആ KPC പ്രസിഡന്റിനോട് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അയാളുടെ പേരൊന്നും ഞാൻ പറയാനായി. അയാൾ KPC പ്രസിഡന്റായിട്ട് വന്നിട്ട് മാസം 2-3 കഴിഞ്ഞു. എന്ത് ചെയ്തിട്ടുണ്ട് അയാളിവിടെ? പിന്നെ AP അനിൽകുമാർ എന്ന് പറഞ്ഞ് ഇയാളുടെ പഴയകാല ഒരു സഹകാരി, അവർ തമ്മിലുള്ള സഹകരണം എന്ത് വിഷയത്തിലായിരുന്നു എന്ന് എനിക്കും പ്രേക്ഷകർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും അയാളെ കൊണ്ടുവന്നൊരു വൈസ് പ്രസിഡന്റ് ആക്കി. ഷാഫി പറമ്പിലിനെ ഗ്രൂപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ആ പഴയ ഇച്ചിരി അതിനകത്ത് കൊള്ളാവുന്ന ഒരാളെന്ന് പറയുന്നത് PC വിഷ്ണു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
അതേസമയം ജനങ്ങളുമായും പാർട്ടി അണികളുമായും ഒക്കെ നല്ല ബന്ധമുള്ള എത്രയോ പേര് കോൺഗ്രസിലുണ്ടായിരുന്നു. അവരെ ഒന്നും അയാൾ കൊണ്ടുവന്നില്ല. അവരെല്ലാം ചവിട്ടി അയാൾ ദൂരെ കളഞ്ഞിട്ട് കാശിന് കൊള്ളാത്ത കുറേ അവന്മാരെ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. കോൺഗ്രസ് ഒരു പുല്ലും ചെയ്തില്ല. അതിനുശേഷം ഏറ്റവും നമ്മൾ ഞെട്ടിപ്പോയത് അതാണ്. കോൺഗ്രസിന് ഒന്നും ചെയ്യാതെ ഈ ശബരിമല വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാമായിരുന്നെങ്കിൽ 100 സീറ്റ് കിട്ടാമായിരുന്ന സാഹചര്യത്തിൽ അയാൾ കോൺഗ്രസിനെ കുത്തി കീറുകയാണ് അയാൾ. ആര്? ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഇയാൾ. അയാൾ ആരിൽ നിന്നാണ് അച്ചാരം വാങ്ങിയെന്ന് ചോദിച്ചാൽ പിണറായി വിജയനിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ പറയും. അയാളുടെ എന്തൊക്കെയോ സംഭവങ്ങൾ പിണറായി വിജയന്റെ കയ്യിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അയാൾ ഈ വൈകിയ വേളയിൽ കോൺഗ്രസിന് വലിയ ജയസാധ്യത ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസിനെ അയാൾ കുത്തി കീറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. കോൺഗ്രസിന്റെ ചങ്കിലേക്ക് കത്തി ഇറക്കുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തത്. അയാൾക്ക് ഇവിടെ എന്താ കാര്യം? അയാൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി അല്ലേ? എത്രയോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കേണ്ട ചുമതലയും ബാധ്യതയും ഉത്തരവാദിത്വമുള്ള ആളാണ് അയാൾ. അയാൾ അതും ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നാൽ പോരെ? അയാൾ മിക്കവാറും സമയങ്ങളിലെല്ലാം ഇവിടെയാണ്. കാരണം എന്താണ്? അയാളുടെ പൂത്ത അധികാരമോഹം. ആ പൂത്ത അധികാരമോഹം കൊണ്ട് അയാൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാവണം. അയാൾ ഇവിടെ വന്ന് പെറ്റി കിടക്കുകയാണ്. അയാൾ 4 വർഷം ദേശീയ ജനറൽ സെക്രട്ടറി ആയല്ലോ. കേരളത്തിൽ നിന്ന് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ അയാൾക്ക് കിട്ടിയോ? കുറെ ഏറാം മൂളികളെ അല്ലാതെ കിട്ടിയോ? കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ കോൺഗ്രസിന്റെ അന്തകനാണ്. ഇയാൾ കോൺഗ്രസിനെ വിഷം കൊതിച്ച് കൊല്ലുകയാണ്. ഇയാൾ പിണറായി വിജയനിൽ നിന്ന് അച്ചാരം വാങ്ങിയവനാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഇച്ഛാശക്തി ബാക്കിയുണ്ടെങ്കിൽ ഇയാളെ ചവിട്ടി പുറത്താക്കണം എന്നാണ് എനിക്ക് രാഹുൽ ഗാന്ധിയോട് സൂചിപ്പിക്കാനുള്ളത്. ഇയാൾ കേരളത്തിൽ കോൺഗ്രസിനെ അടുത്തവണ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. ഇയാൾ പിണറായി വിജയനിൽ നിന്ന് അച്ചാരം വാങ്ങി കോൺഗ്രസിനെ കൊല ചെയ്യുകയാണ്. കോൺഗ്രസിനെ ഇയാൾ വിഷം കൊടുത്തു കൊല്ലുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഏതോ 2 പീറച്ചെറുക്കന്മാരെ അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും. ഞാൻ പറഞ്ഞ എന്ത് യുക്തിയാണ് അയാൾക്കുള്ളത്? അയാൾ എന്താ പറയുന്നത്? അയാൾ പറയുന്നത് എന്താ? ജാതി സമവാക്യം. എന്നാൽ പിന്നെ വല്ല ജാതി സംഘടനയുടെയും പ്രസിഡന്റായി പോയിരുന്നാൽ പോലെ ഇയാൾക്ക്. അയാൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴും അയാൾ ജാതി പറഞ്ഞു. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ അയാൾ ജാതി പറയുന്നു. എന്നാൽ പിന്നെ കോൺഗ്രസിനെ ഒരു ജാതി സംഘടനയാക്കി മാറ്റിയാൽ പോരെ അയാൾക്ക്? കോൺഗ്രസ് എന്തിനാ ഒരു മതേതര സംഘടനയാവുന്നത്? അപ്പോൾ അയാൾക്ക് അയാളുടെ കുറെ പീറകളെ അയാളുടെ കൂടെ അയാളുടെ അച്ചാരം വാങ്ങി അയാളുടെ എടുത്തുവെപ്പുകാരായി നിൽക്കുന്ന കുറെ പീറകളെ ഈ സ്ഥാനങ്ങളിലെല്ലാം കൊണ്ടുവന്ന് വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഈ വൃത്തികെട്ട പണി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് കോൺഗ്രസിലകത്ത് കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ ആയിപ്പോയി എന്ന് അയാൾ മനസ്സിലാക്കാൻ അധികം ദിവസം വേണ്ടി വരില്ല. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഈ വേണുഗോപാലിനെതിരായി അണിനിരക്കാൻ മാത്രമേ അയാൾ ചെയ്ത ഈ പണി സഹായകരമാകൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു സംശയവും വേണ്ട. ഇയാൾ പിണറായി വിജയന്റെ കോൺഗ്രസിലെ ചാരനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.